Good afternoon. Good afternoon. Good afternoon, ma'am. Yeah. Okay, good afternoon. എന്താണെന്ന് ആക്റ്റീവ് ആണല്ലോ അവരും. Are you ready for today's class? Ready? Start ചെയ്യാം. Yes. Okay, start ചെയ്യാം നമുക്ക്. Start ചെയ്തോളൂ. Prayer, thought of the day, sign in. Okay. Miss, good afternoon. Prayer ഞാനാണ്. Okay. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. But for the showers we plead. Thank you, ma'am. Okay. സൈനിനും ഞാൻ തന്നെയാണ് പറയണത്. Stay optimistic. Every new day offers an opportunity to improve. Sign in, Jasmine. Thank you, ma'am. Okay. Then thought of the day? No. ഇല്ല. ഇല്ലല്ലോ? No. Yeah. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈംസ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഈ 3 ടൈംസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഇല്ലല്ലോ? ഓക്കെ. ഇന്ന് ഒരു ആക്ടിവിറ്റി ചെയ്യാം കേട്ടോ. നമ്മൾ സ്ക്രീനിൽ കുറച്ച് മലയാളം വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ക്ലിയർ? സ്ക്രീനിൽ കുറച്ച് മലയാളം സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഏത് ടെൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യുക. then you can translate it now. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ചെയ്തോളൂ. ഇത് നിങ്ങൾ മലയാളം എഴുതിയെടുക്കണ്ട കേട്ടോ. ഇത് ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം നോക്കി ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ ആണോ? എല്ലാവരും ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആക്ടിവിറ്റി ഇപ്പൊ തന്നിരിക്കുന്ന ആക്ടിവിറ്റി ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്താൽ മതിയോ? നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തോളോ?
പറയൂ, ഒന്ന് റെസ്പോണ്ട് ചെയ്യോ ആരെങ്കിലും? അപ്ലോഡ് ചെയ്താൽ മതി Yes, ma'am. Yes, ma'am. Yes, ma'am. നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ. ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. ഓക്കെ, ഇതിന്റെ ആൻസറും ഞാൻ നിങ്ങൾ ആദ്യം നാളെ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ആൻസർ വേണമെങ്കിൽ ഞാൻ പിറ്റേ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? Yes, ma'am. Yes, ma'am. സോ നമ്മള് ടെൻസ് ആണ് എടുക്കുന്നത്. ടെൻസിൽ തന്നെ ഇപ്പൊ നമ്മൾ എന്താണ് അസൈൻമെന്റ് ആയി ചെയ്യേണ്ടത്. അസൈൻമെന്റ് ആയി ചെയ്യേണ്ട കേട്ടോ, അങ്ങനെ ചെയ്താൽ മതി. ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ച അസൈൻമെന്റ്. ഓക്കെ, ഇതായിരുന്നു. നിങ്ങൾക്ക് അസൈൻമെന്റ് ആയി ചെയ്യണമെന്നുണ്ടോ? പറയൂ, നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. ഞാൻ ഇങ്ങനെയാ ഉദ്ദേശിച്ച അസൈൻമെന്റ് ആയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ വിചാരിച്ചു ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം, നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാമല്ലോ. ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാം. ആക്ടിവിറ്റി മതി, ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ട്രാൻസ്ലേറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് അതിന്റെ ആൻസർ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ടെൻസിൽ ഇപ്പോ ടെൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഇത് മൂന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്താണ്. അത് എങ്ങനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യണം, എന്തൊക്കെ യൂസ് ചെയ്യണം, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഓക്സിലറീസ് ആണെങ്കിലും മൊഡാൽ ആണെങ്കിലും നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തതാണ്. പ്രത്യേകിച്ച് അതിന്റെ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല, അല്ലാതെ ക്ലിയർ ആണ്. ഓക്കെ, സോ we are moving on the next portion and the active and the passive voice. ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ആക്റ്റീവും പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്ക്രീനിലോട്ട് നോക്കാം കേട്ടോ. നമ്മൾ പ്രസന്റ് ടെൻസിലെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ് പറയാൻ പോകുന്നത്. അതായത് ഇപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഇപ്പോ he writes a letter. he writes a letter എന്ന് പറയുന്ന സെന്റൻസ് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആ ടെൻസിനെ നമ്മള് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാ വരാം? ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി കൊടുത്തിരിക്കുന്ന സെന്റൻസ് ആണ് ആക്റ്റീവ് വോയിസ്. അത് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത് പാസീവ് വോയിസിലേക്ക് മാറ്റാനായിരിക്കും. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഏത് എല്ലാ ടെൻസിനെയും ബേസ് ചെയ്തിട്ട് ആക്റ്റീവ് വോയിസ് വരും, അത് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ വരും. ഓക്കെ, വരാത്തത് ലാസ്റ്റത്തെ ടെൻസ് മാത്രമാണ്. അതായത് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതിന് ഒന്നും ഇങ്ങനെ വരാറില്ല. അല്ലാതെ നമ്മൾ മൂന്ന് ആക്ഷൻസ് ചെയ്യുന്ന നമുക്ക് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും വരാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസിലെ ഫസ്റ്റത്തെ ആക്ഷൻ ആണ് സിമ്പിൾ പ്രസന്റ്. അല്ലെ, സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു സെന്റൻസിനെ ആക്റ്റീവ് വോയിസിനെ നമ്മൾ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റും? ഓക്കെ, സ്ക്രീനിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള സ്ട്രക്ചർ ആണത്. ഓക്കെ, നമ്മളൊരു ആക്റ്റീവ് വോയിസിന്റെ സെന്റൻസ് തന്നാല് നമ്മൾ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റും? അത് ഈ സ്ട്രക്ചറിന്റെ നമുക്ക് ഹെൽപ്പോട് കൂടി നമുക്കത് പാസീവ് വോയിസിലേക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, അതായത് he plays cricket. he plays cricket എന്ന് പറയുന്ന ഒരു സെന്റൻസ്. ഓക്കെ, ആ സെന്റൻസില് നമുക്ക് he plays cricket എന്ന് പറയുന്ന സെന്റൻസില് സബ്ജക്റ്റ് ഉണ്ട്, verb ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. അല്ലെ, ഇതിൽ സബ്ജക്റ്റ് he ആണ്, verb play ആണ്, and object is cricket. അല്ലെ, അപ്പൊ മൂന്ന് കിട്ടി. ഇനി നമ്മൾ അത് പാസീവ് വോയിസിലേക്ക് എങ്ങനെ മാറ്റാം? സ്ട്രക്ചർ നോക്കി, ഒബ്ജക്ട് പ്ലസ് ഈസ് ആമർ പ്ലസ് B3 പ്ലസ് ബൈ പ്ലസ് S. അതായത് he plays cricket എന്ന് പറയുന്ന സെന്റൻസിലെ ഒബ്ജക്ട് ഏതാണ്? ക്രിക്കറ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ക്രിക്കറ്റ് എവിടെ വരണം? ഫസ്റ്റ് വരണം, അല്ലെ? ഫസ്റ്റ് ക്രിക്കറ്റ് വരുന്നു, അതിനുശേഷം ക്രിക്കറ്റ് ഏതാണ് ഒബ്ജക്റ്റ്?
ഫസ്റ്റ് വന്നിരിക്കുന്ന ഒബ്ജക്ട് ഏതാണോ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കാം. സിംഗുലർ ആണെങ്കിൽ നമ്മൾ ആർ യൂസ് ചെയ്യുന്നു, പ്ലൂറൽ ആണെങ്കിൽ ഈസ് യൂസ് ചെയ്യുന്നു. സിംഗുലർ ആണെങ്കിൽ ഈസ് യൂസ് ചെയ്യുന്നു, പ്ലൂറൽ ആണെങ്കിൽ ആർ യൂസ് ചെയ്യുന്നു. ഇവിടെ ക്രിക്കറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ് അല്ലെ, സിംഗുലർ വേർഡ് ആണല്ലോ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറി ഏതാണ്? ഈസ് ആണ്. ക്രിക്കറ്റ് ഈസ് ആണ്. അതിനുശേഷം വെർബ് പ്ലേ ആണ്. ദെൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ഏതാണ്? വെർബിന്റെ തേർഡ് ഫോം ആണ്, V3 ഫോം ആണ്. എന്നുള്ളത് പ്ലേഡ്. അതിനുശേഷം ഒരു ബൈ വേണം, ബൈ. ഓക്കെ, പിന്നെയാണ് നമുക്ക് സബ്ജക്റ്റ് ആവശ്യം. ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് ഹി ആണ്. അത് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ എന്തായിട്ട് വരും? ഹിം ആയിട്ട് വരും. യെസ്. അപ്പൊ നമുക്ക് എന്താണ് പാസീവ് വോയിസ്? നമുക്ക് എന്ത് കിട്ടി? ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ ഹിം എന്ന് കിട്ടി. ക്ലിയർ ആണോ? യെസ്. അതുപോലെ തന്നെയാണ് അടുത്തൊരു സെന്റൻസ്. ഐ സർവ് മൈ പാരന്റ്സ്. ഐ സർവ് മൈ പാരന്റ്സിൽ മൈ പാരന്റ്സ് ആണ് ഒബ്ജക്റ്റ്. മൈ പാരന്റ്സ് എന്ന് പറയുന്നത് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഓക്സിലറി ആർ യൂസ് ചെയ്യും അല്ലെ. സർവ് എന്ന് പറയുന്നത് ആണ്, നമ്മൾ V3 അപ്പൊ സർവ്ഡ് പറഞ്ഞു. അതിനുശേഷം ബൈ വേണം. ബൈ ആരാണ്? ഐ എന്നുള്ളത് മീ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ സബ്ജക്ട് നമ്മുടെ ടേബിളിൽ സബ്ജക്ട് കൊടുത്തിട്ടുണ്ട്. ഐ സബ്ജക്ട് നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് വരുമ്പോ മീ, അതായത് പാസീവ് വോയിസിലേക്ക് വരുമ്പോ മീ ആയിട്ട് മാറും. ബി അസ് യു തന്നെയാണ്. ഹി ഹിം ഷീ ഹർ ദേ ദം ഇറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ സബ്ജക്റ്റിന് വരുന്ന മാറ്റങ്ങളുണ്ടല്ലോ. ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം വരിക അത് പഠിച്ചു വെക്കുക. പിന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. ഒബ്ജക്ട് പ്ലസ് ഈസ് ആർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എസ്. ഒരു സെന്റൻസ് കാണുമ്പോൾ ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. അവരുടെ നമ്മൾ ടെൻസ് പഠിച്ചതാണ്. അപ്പൊ ഒരു സെന്റൻസ് കണ്ടാൽ അത് ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രക്ചർ കിട്ടും. പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ആ സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ. Is it clear? Simple present tense clear ആണോ? Yes, ma'am. Yes. അപ്പോ ഒരു സ്ട്രക്ചർ എഴുതണ്ടേ? സ്ട്രക്ചർ എഴുതിയിരിക്കണ്ടേ? സ്ട്രക്ചർ ചെയ്തെടുത്തോളൂ. ഞാൻ എന്തായാലും ഇന്ന് അപ്ലോഡ് ചെയ്യും കേട്ടോ. അതായത് എഴുതിയെടുത്തോളൂ നിങ്ങൾ. കുറച്ച് എക്സാമ്പിൾസ് കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇത് കഴിഞ്ഞെങ്കിൽ എക്സാമ്പിൾസ് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? എഴുതിയെടുത്തോ? എക്സാമ്പിൾസ് പറയട്ടെ. ഫസ്റ്റ് ചെയ്ത he opens the door. He opens the door. എഴുതിയെടുത്തോളൂ കേട്ടോ. He opens the door. Okay. The next one. She plays the piano. She plays the piano. He opens the door. She plays the piano. We watch a movie. We watch a movie. മാം ഞാൻ ഇപ്പൊ കേറിയതുള്ളൂ മാം. എന്താ പറഞ്ഞോണ്ടിരിക്കണത്? നമ്മള് ടെൻസില് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ് പറയുന്നത്. ടെൻസിന്റെ ചാപ്റ്ററില് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ് പറയുന്നത്.
ഓക്കെ ഓക്കെ മാം. 3 നമ്മുടെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? He opens the door, she plays the piano, we watch a movie. ഈ മൂന്നിനെ നമ്മൾ പാസീവ് വോയിസിലൂടെ മാറ്റി എല്ലാവരും. ആൻസർ ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. 3ഉം ഒരുമിച്ച് ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യാം. ഓരോരുത്തരായിട്ട് എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് പാസീവ് വോയിസിലേക്ക് മാറ്റാം. അപ്പോൾ വലിയ മിസ്റ്റേക്സ് ഒന്നും. ഓക്കെ കഴിഞ്ഞവര് ടെക്സ്റ്റ് ചെയ്യൂട്ടോ. എല്ലാവരും ചെയ്യണം. കാരണം ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലെയല്ല, ഇത് എക്സാമിന് ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും, ഷുവർ ആണ്. ഓക്കെ മൂന്നും ഒരുമിച്ച് ടെക്സ്റ്റ് ചെയ്യാമോ? 3 ആൻസർ കൂടെ ഒരു മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യും. അതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കറക്റ്റ് ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. ഓക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? മനസ്സിലാവാത്തോണ്ടാണ് ടെക്സ്റ്റ് ചെയ്യാത്തേ. ആ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുമോ? തെറ്റിയാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും കേട്ടോ. ഓക്കെ എനിക്ക് ടെക്സ്റ്റ് ചെയ്തു. The door is opened by him, the piano is played by her, a movie is watched by us. അവസാനത്തെ അസ് ആണ് കേട്ടോ. വിക്ക് പകരം അസ് ആണ്. Okay. The door is opened by the piano. A piano is played by her, the movie is watched by him. Yeah. Okay. ഇവിടെ the door is opened by him. He opens the door എന്ന് പറയുമ്പോൾ അതിലെ ഒബ്ജക്റ്റ് ഡോർ ആണ്. ഡോർ സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഈസ് എന്ന് പറയുന്ന ഓക്സിലറി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ the door is then open in the V3 form open. ആരാണ് ഓപ്പൺ ചെയ്യുന്നത്? ഹി ആണ്. ഹി എന്നുള്ളത് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ഹിം ആയിട്ട് മാറും. അപ്പൊ by him. അപ്പൊ the door is opened by him എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് she plays the piano. ലാസ്റ്റ് വരുന്ന ഒബ്ജക്റ്റ് അത് എന്ത് ആർട്ടിക്കിളിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയണം. the piano എന്നാണെങ്കിൽ the piano തന്നെ ആയിരിക്കണം അവിടെ ഒബ്ജക്റ്റിലേക്ക് വരേണ്ടത്. ഫസ്റ്റ് വരേണ്ടത് the piano തന്നെയാണ്. അപ്പൊ she plays the piano എന്ന് പറയുമ്പോൾ the piano ആണ് ഒബ്ജക്റ്റ്. പിയാനോ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഈസ് ആണ്. the piano is played ആയി and she her ആകും by her. the piano is played by her. കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് we watch a movie. ഇവിടെ ഒബ്ജക്റ്റ് വരുന്നത് എ മൂവി ആണ് കേട്ടോ. ദ മൂവി അല്ല, എ മൂവി ആണ്. അപ്പൊ എ മൂവി തന്നെയാണ് ഒബ്ജക്റ്റ് എഴുതേണ്ടത്. എ മൂവി എന്നുള്ളത്
ഈസ് ആണ്, സിംഗുലർ ആണ്, ഇതുകൊണ്ട് ഈസ് ആണ്. എ മൂവി ഈസ് വാച്ച്ഡ് ബൈ, നമ്മൾ വി ആണ് യൂസ് ചെയ്തത്, ഞങ്ങളാണ്. അത് ഒബ്ജക്റ്റിലേക്ക് വരുമ്പോൾ, അതായത് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ബി എന്നുള്ളത് എന്തായിട്ട് മാറും? അസ് ആയിട്ട് മാറും. അപ്പൊ എ മൂവി ഈസ് വാച്ച്ഡ് ബൈ അസ് ആണ് വരാം. യെസ്. അപ്പൊ ആരൊക്കെ മിസ്റ്റേക്സ് വരുത്തി എന്നുള്ളത് ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പോ കുറച്ചും കൂടെ ഒരു 2 എക്സാമ്പിൾസ് കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇനിയും മാത്രം ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ചെയ്യാം. നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ കൂടെ എഴുതിയിരിക്കാം കേട്ടോ. He reads a book. He reads a book. He reads a book. The mother loves the children. The mother loves the children. Love ആണ്, love. Love singular verb ആയിട്ട് loves വരും. The mother loves the children. The mother loves the children. Okay. He reads a book and the mother loves the children. ഈ 2 എക്സാമ്പിൾ പാസീവ് വോയിസിലേക്ക് മാറ്റാം. Okay, എന്നിട്ട് can text me. Yeah. നെക്സ്റ്റ് കേട്ടോ, എല്ലാവരും നെക്സ്റ്റ് ചെയ്യാം. നമ്മള് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മള് ബൈയില് അവനാൽ അല്ലെ, അവനാൽ, അവളാൽ, അത് ആ ഒരു യൂസേജ് ആണ്. A book is read by him എന്ന് പറയുമ്പോൾ അവനാൽ ബുക്ക് വായിക്കപ്പെട്ടു, വായിക്കപ്പെട്ടു എന്ന് പെടുന്നു എന്നൊരു മീനിങ് ആണ് അല്ലെ. അവനാൽ, അവളാൽ. ഓക്കെ, യെസ്. ഗോപിക ഗോപാലകൃഷ്ണൻ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ഗോപിക നമ്മള് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് പാസീവ് വോയിസിലേക്ക് മാറ്റാം കേട്ടോ. കാരണം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സോ ഇവിടെ വാസ് വരില്ല, ഈസ് ആണ് വരാം കേട്ടോ. പ്രസന്റിലെ ഓക്സിലറീസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ സ്ട്രക്ചർ പ്രസന്റ് ടെൻസിൽ മാത്രമാണ് യൂസ് ചെയ്ത് പറയണല്ലേ മാം? ഞാൻ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും അതും അങ്ങനെ വിചാരിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താണ്. ശരിയാണ്. പക്ഷേ നമ്മളിവിടെ തന്നിരിക്കുന്ന ടെൻസ്, അതായത് സെന്റൻസിന്റെ ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ അത് ആക്റ്റീവ് വോയിസിലേക്ക് പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ ആ സെയിം ടെൻസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ വാസ് തെറ്റാണ്. അവിടെ വരുന്നത് ഈസ് ആൻഡ് ആർ ആണ്. പ്രസന്റ് ടെൻസിലെ ഓക്സിലറീസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ മാം, ഞാൻ ലേറ്റ് ആയിട്ട് 12:20 ആ സമയത്ത് ക്ലാസ്സിൽ കയറി. അപ്പൊ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് കണ്ടപ്പോ പെട്ടെന്ന് പാസ്റ്റ് ഓർത്തിട്ട് ഇപ്പഴാ കയറിയത്. കറക്റ്റ് ആണ് എല്ലാവരുടെയും.
A book is read by him എന്നാണ് വരാ. Read അല്ല, read ആണ്. V3 form pronounce ചെയ്യുന്നത് read ആണ്. അപ്പോൾ ഈ book is read by him and the mother loves the children എന്ന് പറയുമ്പോൾ children എന്ന് പറയുന്നത് plural noun ആണ്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് plural auxiliary ആയിരിക്കണം. The children are loved by the mother എന്ന് പറയണം. ഓക്കെ, അപ്പൊ എല്ലാവരും ആൻസർ കറക്റ്റ് ആണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ക്ലിയർ ഫോർ യു? സിമ്പിൾ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായോ? എളുപ്പമല്ലേ പഠിക്കാൻ? ചല്ലേ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടോ? മാം ഒന്നുകൂടെ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറഞ്ഞുതരോ? ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തേ ഉള്ളൂ. ഓക്കെ, പറയാട്ടോ. ഇവിടെ മനസ്സിലായവർ കുറച്ച് പേരുണ്ട്. അവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് ഒരു ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റേണ്ടത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം, ഒന്ന് പറയാമോ ആരെങ്കിലും? പിങ്കി പറയൂ. പിങ്കി അതൊന്ന് എല്ലാവർക്കും ക്ലാസ് എടുക്കുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമോ? പറയാം മാം. സിമ്പിൾ പ്രസന്റിന്റെ ആക്റ്റീവ് ടു പാസീവ് ആണ് പറഞ്ഞത്. സിമ്പിൾ പ്രസന്റിൽ ഹി ഓപ്പൺസ് ദ ഡോർ എന്ന് വെച്ചാൽ സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ അതിനെ മാറ്റുമ്പോൾ അതിൽ സബ്ജക്റ്റ് ഹി ആണ്, വെർബ് ഓപ്പൺസ് ആണ്, ദ ഡോർ ഒബ്ജക്റ്റ് ആണ്. ഇതിനെ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് നമ്മൾ ആദ്യം എഴുതണം. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ഇതിൽ ദ ഡോർ എന്നുള്ളതാണ് ആദ്യം എഴുതുക. ദ ഡോർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആം ഈസ് ആർ, ഇതിൽ ഏതാ ഉപയോഗിക്കേണ്ടതെന്ന് കൺഫേം ചെയ്യാം. ദ ഡോർ സിംഗുലർ ആയതുകൊണ്ട് ഈസ് ഉപയോഗിക്കാം. ദ ഡോർ ഈസ്. പിന്നെ അതിൽ വെർബ് ഓപ്പൺസ് എന്നാണ്. അപ്പൊ നമ്മളത് V3 ഫോമിൽ എഴുതണം. അപ്പൊ ദ ഡോർ ഈസ് ഓപ്പൺഡ്, V3 ഫോം ഓപ്പൺഡ് എന്നാണ്. അത് കഴിഞ്ഞ് ബൈ ചേർക്കണം. ബൈ. പിന്നെ നേരത്തെ പറഞ്ഞ സബ്ജക്റ്റ് ഹി ആണ്. അപ്പൊ അത് പാസീവിലേക്ക് മാറ്റുമ്പോൾ ഹിം എന്ന് എഴുതണം. അപ്പൊ ദ ഡോർ ഈസ് ഓപ്പൺഡ് ബൈ ഹിം. അപ്പൊ സ്ട്രക്ചർ നോക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ സബ്ജക്റ്റിലും ഒബ്ജക്റ്റിലുള്ള വ്യത്യാസം നോക്കിയിട്ട് എഴുതണം. ഇനി who's next? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആരാണ് ഇവിടെ? പറയൂ, ആരാ പറയാ? ഫാത്തിമ. ഫാത്തിമ പറയൂ. ഫാത്തിമ രണ്ട് ഫാത്തിമ. ഫാത്തിമ മൻസൂർ. ഫാത്തിമ മൻസൂർ പറയൂ. പുറത്താണ്. ഓക്കെ, അപ്പോ വേറൊരു ഫാത്തിമ ഉണ്ടല്ലോ, ആ ഫാത്തിമ പറയൂ. ഫാത്തിമ മുസീന പറയൂ. ഓക്കെ മാം. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിലെ ആക്റ്റീവ് സബ്ജക്ട് ഞാനിപ്പോ കേറിയിട്ടുള്ളൂ. എനിക്ക് ഇപ്പൊ പറഞ്ഞേന്ന് മനസ്സിലായത് ഞാൻ പറയാം. അതിന്റെ സ്ട്രക്ചർ ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് അതിന്റെ എസ് ഫോം. അങ്ങനെയാണ് മിസ്സേ? സബ്ജക്റ്റ് ആണ്. സബ്ജക്ട്. ഓക്കെ. അപ്പൊ കുറെ ക്ലാസ്സിലായിട്ട് കയറലില്ല, കല്യാണം കാര്യങ്ങളൊക്കെ ആയത് കാരണം. അപ്പൊ ഇന്നാണ് ഇപ്പൊ ക്ലാസ്സിൽ കയറുന്നത്. ഓക്കെ, മുസ്ലിം എക്സ്പ്ലെയിൻ ചെയ്ത് കേൾക്കൂട്ടോ. ഓക്കെ, ഇനി ആർക്കാണ് മനസ്സിലായത്? ഒന്ന് പറയൂ, ആരെങ്കിലും ഒന്ന് പറയൂ. പറയാൻ പറയോ? ഓക്കെ, പറയൂ. ബസ് നല്ല പേര്. പേര് മറന്നുപോകും. പേരെന്തായിരുന്നു? ബസ്. കേറിയത് അതുകൊണ്ട് എനിക്കണ്ട് ക്ലിയർ ആയില്ല. അപ്പൊ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാണെങ്കിൽ. ഇപ്പൊ പിങ്കി പറഞ്ഞപ്പോ മനസ്സിലായിട്ടോ, സിമ്പിൾ പ്രസന്റ് മനസ്സിലായി. അതുപോലെ ആ ബീങ് പ്രസന്റ് കണ്ടിന്യൂസ് ഒന്ന് പറയുകയാണെങ്കിൽ കേട്ടവര് പറഞ്ഞു തരികയാണെങ്കിൽ മനസ്സിലാവും. ഞാൻ പറയാം. അതായത് ഓരോ ടെൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുക. അതായത് നിങ്ങൾക്ക് ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ടെങ്കിൽ അത് ഏത് ടെൻസിൽ നിന്ന് വേണമെങ്കിലും ആയിരിക്കാം ചോദിക്കുന്നത്. ഓക്കെ, ഇന്ന ടെൻസ് ആണെന്ന് അവിടെ പറയില്ല. ഒരു ടെൻസ് വരും, ഒരു സെന്റൻസ് വരും. ആ സെന്റൻസ് നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അത് ഏത് ടെൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യാം. അത് ഏത് വേണമെങ്കിലും ആവാട്ടോ. ഹീസ് ഗോയിങ് സ്കൂൾ എന്നാകാം. ഹീസ് ഗോയിങ് സ്കൂൾ എന്ന് പറയുന്ന സെന്റൻസ് ഏത് ടെൻസ് ആണ്?
ഗോയിങ് ആവുമ്പോ പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇതേപോലെ ആയിരിക്കണം. നമ്മൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു സെന്റൻസ് കാണുമ്പോൾ ഇത് ആക്റ്റീവ് വോയിസിലെ പാസീവ് വോയിസിലേക്ക് മാറ്റാം എന്ന് മാത്രമേ ക്വസ്റ്റ്യൻ പറയുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ആദ്യം ഫസ്റ്റ് ഏത് ടെൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യാം. അതിനുശേഷം ആ ടെൻസിനെ ബേസ് ചെയ്ത സ്ട്രക്ചർ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പൊ ഇവിടെ നോക്കൂ, സിമ്പിൾ പ്രസന്റിനെ ബേസ് ചെയ്തിട്ട് സ്ട്രക്ചർ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സ്ട്രക്ചർ നിങ്ങളുടെ മൈൻഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ തന്നിരിക്കുന്ന ആ സെന്റൻസിനെ, അതായത് തന്നിരിക്കുന്ന ആ ആക്റ്റീവ് വോയിസിനെ നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ സിമ്പിൾ ആണ്. സ്ട്രക്ചർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ബൈഹാർട്ടാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെന്റൻസിനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അത് പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് എടുത്തത് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു സെന്റൻസ് ആണ്. അതായത് he writes a letter എന്ന് പറയുന്ന സെന്റൻസ് അറിയാലോ, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പോ ആ ആക്റ്റീവ് വോയിസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റണം. അപ്പൊ he writes a letter എന്ന് പറയുന്ന സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? സബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്. ശരിയല്ലേ? ഈ 3 കാര്യങ്ങൾ അതിലുണ്ട്. ഓക്കെ, നമ്മൾ ഇനി പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് നമ്മൾ ഏതായതുണ്ടേ സ്ട്രക്ചറിൽ വെച്ച് നോക്കൂ. ഏതാണ് ഫസ്റ്റ് വരേണ്ടത്? പാസീവ് വോയിസിലേക്ക് ഒബ്ജക്റ്റ് വരണം. ഓക്കെ, അപ്പൊ ആ തന്നിരിക്കുന്ന സെന്റൻസിൽ ഒബ്ജക്റ്റ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റ് ആഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞത് he writes a letter എന്ന് പറയുമ്പോൾ എ ലെറ്റർ ആണ് അവിടെ ഒബ്ജക്റ്റ്. ഫസ്റ്റ് ആ ഒബ്ജക്റ്റ് എഴുതാം, എ ലെറ്റർ എഴുതാം. ഈ എ ലെറ്റർ എന്ന് പറയുന്നത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ നോക്കാം. ഏതാണ് പ്ലൂറൽ ഓർ സിംഗുലർ? സിംഗുലർ ആയതുകൊണ്ട് അതും നമ്മുടെ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത് അല്ലെ. അപ്പൊ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ടും സിംഗുലർ ആയതുകൊണ്ടും നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറി ഏതായിരിക്കണം? ഈസ് ആണ് അല്ലെ. അപ്പൊ എ ലെറ്റർ ഈസ് ഇതുവരെയും കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? വെർബ് വേണം അല്ലെ. നമ്മള് പറഞ്ഞിരിക്കുന്ന ആക്റ്റീവ് വോയിസിലെ വെർബ് ഉണ്ട്. ആ വെർബ് V1 ആണ്. നമ്മൾക്ക് വേണ്ടത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ V3 ആവണം. അപ്പൊ he writes a letter എന്ന് പറയുമ്പോൾ റൈറ്റ് ആണ് അവിടെ വെർബ് വരാം. അത് V3 ആക്കുമ്പോൾ എന്ത് വരും? റിട്ടേൺ. അപ്പൊ എ ലെറ്റർ ഈസ് റിട്ടേൺ. ഇത്രയും കിട്ടി. ഇനി വേണ്ടത് ബൈ ആണ്. ബൈ ആരാലാണ് ആ ലെറ്റർ എഴുതിയത്? ബൈ ആരാണ്? അവനാണ്, ഹി ആണ്. ഹി പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? ഹിം ആയിട്ട് മാറും. ഹിം. ഓക്കെ, ഹിം ആയിട്ട് മാറും. അപ്പോ നമ്മള് he writes a letter എന്ന് പറയുന്ന ആക്റ്റീവ് വോയിസിനെ നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്തു? പറയൂ, അത് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ എങ്ങനെയായിട്ട് വരും? letter is written by him. Yes, a letter is written by him. Clear? ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ അത് എഴുതിയിടുമ്പോഴാണ് ക്ലിയർ ആണ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞതൊക്കെ മനസ്സിലായോ? നിങ്ങൾ ചെയ്യേണ്ടത് ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് വേണം പാസീവ് വോയിസിലേക്ക് മാറ്റാൻ. ഓക്കെ, അപ്പൊ ഓരോ ടെൻസിലെയും സ്ട്രക്ചർ പഠിച്ചു വെക്കുക. അല്ലാതെ മനസ്സിലായവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്ട്രക്ചർ സഹായമില്ലാതെ നമുക്ക് മാറ്റാവുന്നതാണ്. അഥവാ അത് മനസ്സിലാവാത്തവർക്ക് സ്ട്രക്ചർ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ടെൻസിൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്താണ് അത് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റും. മിസ്റ്റർ ഇപ്പോ പ്രസന്റ് കണ്ടിന്യൂസിൽ ING ചേർക്കണം, അത് അങ്ങനെയാണോ? ഇല്ല, പ്രസന്റ് ഞാൻ പറയാം, അത് കണ്ടിന്യൂസ് ഞാൻ പറയാം കേട്ടോ. അതിൽ സ്ട്രക്ചർ വേറെ ചെയ്യണം, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് നോക്കുന്നു. അതിലെ ഗോപിക ഇവിടെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോ ഇങ്ങനെ സ്ട്രക്ചർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരും. കാരണം നിങ്ങളുടെ ഓക്സിലറി ആഡ് ചെയ്യില്ല. അപ്പൊ ഒബ്ജക്റ്റിന് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ഓക്സിലറീസ് എഴുതാം. എന്നാൽ മാത്രമേ സ്ട്രക്ചർ ബേസ് ചെയ്ത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ മിസ്റ്റേക്ക് വരാതിരിക്കും. കാരണം ഓക്സിലറി അവിടെ നിർബന്ധമാണ്, മസ്റ്റ് ആയിട്ട് വേണം, അല്ലെങ്കിൽ തെറ്റിപ്പോ. പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ ആക്റ്റീവ് വോയിസ് സബ്ജക്റ്റ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, പാസീവ് വോയിസ് ഒബ്ജക്റ്റ് വെർബ് പ്ലസ് സബ്ജക്റ്റ്, അങ്ങനെ ഒരു കോഡ് പഠിച്ചതുകൊണ്ട് അതന്നെ മൈൻഡിൽ. ഗ്രാമർ മാത്രം നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? അതെ അതെ, ഇങ്ങനെ പഠിച്ചത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ഓക്സിലറിയോട് കൂട്ടി പഠിക്കുകയാണെങ്കിൽ നമുക്കത് മാറ്റുമ്പോൾ നിങ്ങൾ ഓക്സിലറി വിട്ടു പോകില്ല. ഓക്കെ മാം,
മുമ്പ് ഞങ്ങൾ പഠിച്ചിരിക്കുമ്പം ഒരു സെന്റൻസ് തരും മാം. അപ്പം സബ്ജക്റ്റ് ഇപ്പൊ ഹി റീഡ്സ് എ ബുക്ക് എന്നൊരു സെന്റൻസ് മാം തരും, ഈസി ആയിട്ട് ഹി അണ്ടർലൈൻ ചെയ്തിട്ട് മേലെ എസ് എന്ന് നോട്ട് ചെയ്യും, വെർബ് അണ്ടർലൈൻ ചെയ്തിട്ട് മേലെ വി, പിന്നെ വെർബ് കഴിഞ്ഞിട്ട് വരുന്ന ആ ഏത് സെന്റൻസ് ആണെങ്കിലും എത്ര ലെങ്ത് ആണെങ്കിൽ അത് മുഴുവൻ ഒബ്ജക്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ പാസീവ് വോയിസിലേക്ക് ആകുമ്പോൾ ഒബ്ജക്റ്റ് ഫസ്റ്റ് എടുത്ത് എഴുതുക. അങ്ങനെയൊക്കെയാണ് മുമ്പ് ഈസി ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മള് ഇപ്പൊ ഈ സ്ട്രക്ചർ ഒബ്ജക്ട് പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എസ് എന്ന് പറയുന്നു. അങ്ങനെ നമുക്കൊരു സെന്റൻസ് തരുമ്പോ നിങ്ങൾ സ്ട്രക്ചർ ബേസ് എഴുതുമ്പോ എന്ത് പറ്റും, നിങ്ങൾ ഓക്സിലറി എഴുതില്ല, ശരിയല്ലേ? ഓക്സിലറി നമ്മൾ അറിയാണ്ട് ആയി പോകും. അതെ മാം, ഒബ്ജക്റ്റിന് ശേഷം ആം വരുന്ന ഏതെങ്കിലും ഒരു സെന്റൻസ് പറഞ്ഞുതരുമോ? ആം വരുന്നത് ആം വരുന്നതോ? ആം വരുന്നത് അങ്ങനെ ആം അങ്ങനെ വരാൻ ചാൻസ് വളരെ കുറവാണ്. ഐ വരുമ്പോ ഐ വരണം, മനസ്സിലായോ? ഐ ഒബ്ജക്റ്റ് ആയിട്ട് വരണം. അങ്ങനെ ഐ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന സെന്റൻസ് കുറവാണ്. കുറവെന്ന് വെച്ചാൽ വരാനേ ചാൻസ് ഉണ്ടാവില്ല. അതാണ് അങ്ങനെ പെട്ടെന്ന് കേട്ടതായിട്ട് ഓർമ്മ, ലാം വെച്ചിട്ട് വരുന്നത്, അതാ ചോദിച്ചത്. ഈസും ആറൊക്കെ അല്ലേ കേട്ടിട്ടുള്ളൂ. ഈ സാറേ വരും, ആ കുറച്ച് വഴിയുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ എഴുതാൻ കാരണം പ്രസന്റ് ഓക്സിലറീസ് ആയതുകൊണ്ട് ഞാൻ എഴുതിയതുള്ളൂ. നിങ്ങൾ ഈസ് ആൻഡ് ആർ വഴി മാത്രം പറഞ്ഞാലും മതി. ഓക്കെ ഓക്കെ മാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് വേണം ഓക്സിലറി എഴുതാൻ, അത്രയും മാത്രം നോക്കാം. ഓക്കെ, അത് ടെൻസും കൂടെ നോക്കണം, കാരണം പാസ്റ്റ് ആകുമ്പോ ഓക്സിലറി മാറും, മനസ്സിലായോ? അപ്പൊ ടെൻസും കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം ഓക്സിലറി എഴുതാണെന്ന് എഴുതരുത്. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റ് ക്ലിയർ ആണല്ലോ മാം. അപ്പൊ ഹി ലവ്സ് മീ എന്നുള്ള ഒരു സെന്റൻസിന് നമ്മള് പാസീവ് ആക്കുമ്പോ എങ്ങനെയാ? ഹി ലവ്സ് മീ. ഹി ലവ്സ് മീ. മീ എന്താവും? ഐ ആവണ്ടേ അപ്പൊ? ഐ ആവണം. ഹി ലവ്സ് മീ, ഐ ആവണം. അപ്പൊ പിന്നെ എങ്ങനെ വരും? ഐ ആം ലവ്ഡ് ബൈ ഹിം. കണ്ടോ? ഐ ആം ലവ്ഡ് ബൈ ഹിം. ക്ലിയർ ആയില്ലേ? അങ്ങനെയും വരാം, മനസ്സിലായല്ലോ? നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത്രേ ഉള്ളൂ, അവിടെ കാണുന്ന ഒബ്ജക്ട് ഏതാണോ അത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മള് പാസീവ് വോയിസിലേക്ക് എഴുതാൻ. എന്നിട്ട് ആ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്താണ് അതിൽ ഓക്സിലറി എഴുതേണ്ടത്. നമുക്കിത് ക്ലിയർ ആയിക്കോളും, സിമ്പിൾ ആണ് പഠിക്കാനായിട്ട്. ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരുപാട് എക്സാമ്പിൾസ് തരുന്നതോറും നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ക്വസ്റ്റ്യൻ എക്സാം ഞാൻ പറയട്ടെ? ഓക്കെ മാം. The boy makes the picture. The boy makes the picture. The boy makes the picture. She likes apples. She likes apples. She likes apples. Next. She loves her car very much. She loves her car very much. She loves her car very much. The boy makes the picture. She likes apples. She loves her car very much. ഈ മൂന്നെണ്ണം പാസീവ് വോയിസിലേക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, എന്നിട്ട് ടെക്സ്റ്റ് ചെയ്യാം പെട്ടെന്ന്. പറയുന്നവര് പറയാം. എന്താ മിസ്, ഡോഗ് ആണ് ഡോഗ് ആണ്? She loves her car. car ആണോ? ഓക്കെ. ഓക്കെ, പറയുന്നവർക്ക് പറയാട്ടോ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. നിങ്ങളിവിടെ എഴുതേണ്ടത് ഒബ്ജക്റ്റ് മാത്രമാണ്. ഒബ്ജക്റ്റിന്റെ കൂടെ വന്നിരിക്കുന്ന
അഡ്ജക്റ്റീവ്സോ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എന്ത് അഡ്ജക്റ്റീവ്സ് ആണെങ്കിലും ആഡ്വേർബ് ആണെങ്കിലും ലാസ്റ്റേ വരുള്ളൂ. ഓക്കെ, പാസീവ് വോയിസിന് ലാസ്റ്റ് മാത്രമേ അതിന് ലാസ്റ്റ് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. സ്ട്രക്ചർ ബേസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ പാസീവ് വോയിസിലേക്ക് മാറ്റാം. പിന്നെ വരുന്ന എക്സ്ട്രാ കാര്യങ്ങൾ, അതായത് അഡ്ജക്റ്റീവോ ആഡ്വേർബോ ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ അതിനെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് അതിനെടുത്ത് ആഡ് ചെയ്യാം. ഇത്രയും ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, the picture is made by the boy. Apples are liked by her. The car is loved by her very much. Okay, and I'm next to you. പെട്ടെന്നാവട്ടെ. ഒബ്ജക്റ്റ് എന്താണോ അത് കറക്റ്റ് ആക്കി എഴുതാം. The picture is made by the boy. അത് കറക്റ്റ് ആണ്. The picture is made by the boy. Then apples are liked by her. അതും കറക്റ്റ് ആണ്. മൂന്നാമത്തെ അതാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ട്. എന്താണ്? She loves her car very much. അതില് she loves her car very much എന്ന് പറയുന്ന സെന്റൻസിലെ ഒബ്ജക്റ്റ് ഏതാണ്? കാർ. കാറാണോ? Her car. Her car. അവളുടെ കാറാണ്. ഓക്കെ, അപ്പൊ her car തന്നെ വരണം. Her car is loved by her very much. ഈ വെരി മച്ച് എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സാധനങ്ങളെല്ലാം നമ്മള് സ്ട്രക്ചറിനെ ബേസ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് മാത്രം വെറുതെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒബ്ജക്റ്റ് ഹെർ കാറാണ്. വെറും കാറല്ല, ഹെർ കാറാണ്. അവളുടെ കാറാണ് നമുക്ക് ഇഷ്ടം. അപ്പൊ അവളുടെ കാറാണ് ഒബ്ജക്റ്റ്. അത് കറക്റ്റ് ആയിട്ട് തന്നെയാണ്, അവരുടെ കാർ തന്നെയാണ്. അപ്പൊ ഹെർ കാർ ഈസ് ലവ്ഡ് ബൈ ഹർ വെരി മച്ച്. ഇവിടെ തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് ഹെർ കാർ ആൻഡ് ഹെർ കാർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഈസ് യൂസ് ചെയ്തു. ലവ്ഡ് ബൈ ഷീ ആയതുകൊണ്ട് ഹെർ വന്നു. ദെൻ അഡ്ജക്റ്റീവ് ഉണ്ട്. അഡ്ജക്റ്റീവ് ഏതാണ്? വെരി മച്ച് ആണ്. അഡ്ജക്റ്റീവ് അഡ്വേർബ് ആണ്. ലവ്സ് അല്ലേ, അഡ്വേർബ് ആണ്. വെരി മച്ച് ആണ്. അപ്പൊ വെരി മച്ച് നമ്മൾ ലാസ്റ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ഇപ്പൊ പിങ്കിക്ക് നന്നായിട്ട് അറിയാം. കുറച്ച് പേർക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ട്. ഗ്രൂപ്പില് ഒരുപാട് നന്നായിട്ട് ഡിസ്കസ് ചെയ്യുക. എല്ലാവരും പരസ്പരം ഡൗട്ട് വരും കേട്ടോ. ഷുവറായിട്ട് ഡൗട്ട് ഉണ്ടാകും. ക്ലിയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ചോദിച്ച് ക്ലിയർ ചെയ്യുക. അതിനുശേഷവും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അതിനോട് നേരിട്ട് ചോദിക്കാം. നമുക്ക് ഡൗട്ട് കറക്റ്റ് ചെയ്യാം, ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ പോർഷൻ കുറച്ച് ടഫ് ആയിരുന്നോ? പറയൂ, ടഫാണോ? സിമ്പിൾ ആണ്.
എന്താണ് റെസ്പോണ്ട് ചെയ്യാൻ എന്താണ്? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? പറയൂ. അവളുടെ കാർ അവൾക്ക് വളരെ ഇഷ്ടമാണെന്നുള്ളത് എങ്ങനെയാണ് പറഞ്ഞത്? ഹെയർ കാർ ഈസ് ലൗഡ് ബൈ ഹെർ വെരി മച്ച് എന്നോ? Her car is loved by her very much. അപ്പൊ നിങ്ങൾ പാസീവേഴ്സിലേക്ക് മാറ്റുമ്പോ സെന്റൻസിന് മീനിങ് ഒന്ന് നോക്കണ്ട കേട്ടോ. അങ്ങനെ മീനിങ് നോക്കിയ പൊട്ടത്തെറ്റായിരിക്കും. പക്ഷെ മീനിങ് ഒന്ന് നോക്കണ്ട. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതാണ് ആക്റ്റീവേഴ്സിനും പാസീവേഴ്സിനൊക്കെ മാറ്റാൻ. ഇത്രയല്ലേ ഉള്ളൂ. അത് നിങ്ങൾ ആ സ്ട്രക്ചറിന്റെ ബേസിൽ അങ്ങ് മാറ്റാം. മീനിങ് അഡ്ജക്റ്റീവ് വരുമ്പോ ലാസ്റ്റ് ആണോ വരിക? ആഡ് വെർബ് ഒക്കെ വരുമ്പോ ലാസ്റ്റ് ആണ് വെറുതെ എടുത്തിട്ട് ആഡ് ചെയ്യാൻ. ഓക്കെ ഓക്കെ മാം. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ വിളിച്ചു ചോദിക്കുക, അവര് ക്ലിയർ ചെയ്ത്. ഓക്കെ ഓക്കെ ആണോ? നോട്ട് ഞാനിത് നോട്ട് ഇന്ന് അപ്ലോഡ് ചെയ്യട്ടെ പാസീവേഴ്സിന്റെ. എല്ലാരും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, എല്ലാ ടെൻസിലും ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾ പഠിക്കുക. അപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ കുറച്ച് സിമ്പിൾ ആയിരിക്കും. അപ്പൊ ഈ നോട്ടും ഈ ട്രാൻസ്ലേഷനും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ലേഷൻ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഷീസ് ലൗഡ് ഫോർ കാർ. നോ നോ നോ, തെറ്റാണ്. അവിടെ she loves her car very much എന്നാ പറയുന്നത്. ആക്റ്റീവ് വോയിസ് അങ്ങനെയാണ്. അപ്പൊ അതിലെ ഒബ്ജക്റ്റ് ഏതാണെന്ന് നോക്കാം. ഏതാണ് ഒബ്ജക്റ്റ്? അല്ല മാം, ഈ സെന്റൻസ് വായിക്കുമ്പോ തന്നെ ഒരു ഹെർ കാർ ഈസ് ലവ്ഡ് ബൈ ഹെർ വെരി മച്ച്, അങ്ങനെ രണ്ടും ഹെർ ഹെർ എന്ന് വന്നതുകൊണ്ട് അങ്ങനെ നോക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മീനിങ് നോക്കണ്ട. മീനിങ് നോക്കി വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പാസീവ് വോയിസ് തെറ്റായിരിക്കും. ഓക്കെ, മീനിങ് അല്ല ഇവിടെ ഇമ്പോർട്ടന്റ്. നിങ്ങൾ ആ സ്ട്രക്ചർ വൈസ് നിങ്ങൾ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം. അത്രയേ ഉള്ളൂ. മീനിങ് ഒക്കെ നോക്കുമ്പോ പൊട്ടത്തെറ്റാണ്. ശരിയാണെന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷെ ചെയ്യേണ്ടത് അങ്ങനെയാണ്. തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിനെ ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഓക്കെ, മീനിങ് ഒന്നും ക്ലിയർ ആക്കാൻ നോക്കണ്ട. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കുറയും. നിങ്ങൾ പഠിച്ച കാര്യം തെറ്റായ രീതിയിലാണ് പഠിച്ചിരിക്കുന്നത് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആക്റ്റീവ് വോയിസിന്റെയും പാസീവ് വോയിസിന്റെയും നമ്മുടെ നോട്ട്, എന്റെ നോട്ടാണ് കേട്ടോ. എന്റെ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ട്രാൻസ്ലേഷൻ അപ്ലോഡ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യുക. എല്ലാവരും ട്രാൻസ്ലേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഞാൻ കറക്റ്റ് ആൻസർ അപ്ലോഡ് ചെയ്യുള്ളൂ. ഓക്കെ, എന്നോട് പറയണം എല്ലാവരും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ക്ലിയർ ആണല്ലോ? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് പറയൂ. പറയാം മാം. ഓക്കെ, There is nothing that comes for free in this world. Everything requires hard work. Thank you. Sign out, Jasmine. ഹാൻഡ് വർക്ക് ഈസ് ഇമ്പോർട്ടന്റ് ഇൻ എവരി ലൈഫ്. ഓക്കെ, അപ്പൊ ക്ലാസ് എങ്ങനെയുണ്ട്? മനസ്സിലായോ? ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി എല്ലാവർക്കും? തോന്നിയോ? ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടൊന്നുമില്ല മാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഡൗട്ട് ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ആ ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. സീ യു ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ. മാം മലയാളം സെന്റൻസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ? മലയാളം സെന്റൻസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, നാളെ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.